ഹലോ ഹലോ അഗി. ആഹാ, ഹലോ ഹലോ. എവിടെയുള്ളത്? ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആന്നാ അനക്ക് ഇന്ന് സൗകര്യം പോയാലോ? നീ ഇത് കുറച്ച് നേരത്തെ വിളിച്ചു പറയണ്ടേനോ? ഇത് ആന്നാ സൗകര്യം പെട്ടെന്ന്? അല്ല, എല്ലാം കൊണ്ട് ഇന്ന് സൗകര്യം എനിക്ക്. എവിടെയാ പോവാ എന്നിട്ട്? ഞാനെന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഇല്ല, ഞാൻ ഈ കൊടുക്കാനുള്ള ഓർഡർ കൊടുത്തിട്ട് പെട്ടെന്ന് നിന്റെ വീട്ടിൽ വരാൻ പറ്റുമോ? എന്റെ വീട്ടിൽ വരണ്ട. നീ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. എടി, ഞാനത് ഇന്നലെ പറഞ്ഞിട്ടില്ല. ഞാൻ അവന്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. നീ വരാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ വരാന്ന് അവന്റെ അടുത്ത് പറഞ്ഞതേനു. അതിപ്പോ അവൻ ക്യാൻസൽ ചെയ്ത്. ഇനിയിപ്പോ പെട്ടെന്ന് പോകാൻ പറ്റുമോ? ഇനിയിപ്പോ പെട്ടെന്ന് ഞാൻ എനക്ക് അവനെ വിളിക്കാനും പറ്റൂല. ഏതേന്റി? ഒരു കല്യാണം ചെയ്യാതെ പണ്ടേ ഞാൻ വന്നപ്പോ കണ്ടതാ. ഒരു പ്രാവശ്യം എന്നെ കൂട്ടിയിട്ടും പോയിട്ടുണ്ടാണ്. അതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലേ? എന്റെ അല്ല ഇപ്പോ എന്റെ ഉണ്ട്, വീടും ഉണ്ട്. എന്റെ ഇപ്പൊ അവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് കുറെ കുട്ടികളെ അവിടെ ഇങ്ങനെ താമസിപ്പിക്കുന്നുണ്ട് ചേച്ചി. എന്നാലും നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? എടി, അവിടെ ഇനി പഴയതുപോലെ നമ്മളെ പരിപാടിയൊന്നും നടക്കൂല. അതെന്ന് വെച്ചാല് അവിടെ ഒരു പഠിക്കുന്ന കുറെ പെൺപിള്ളേരാണ്. അവരെ അവിടെ താമസിപ്പിക്കുന്നുണ്ട്. ഏത് സമയം പിള്ളേരും ഉണ്ടാവും അവിടെ. കുറെ എണ്ണം ഉണ്ട്. പെൺകുട്ടികളേ ഉള്ളു. അതുകൊണ്ട് എന്നെ തന്നെ അങ്ങോട്ട് കയറ്റലില്ല. ഒരൊറ്റ റൂം ഒന്നും ഫ്രീയല്ല. അതെ ശരി, അവർക്ക് കിട്ടുന്ന വരുമാനല്ലേ. ഒറ്റക്കല്ലേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് ഇപ്പൊ ഓർമ്മ വന്നതേനു, അപ്പാ വിളിച്ച്. പിന്നെ അവിടെയെങ്കിലും പോകാലോ ചേച്ചി. അത് ശരി, അതൊക്കെ കുറെ മുമ്പ് പോയത്. ഇപ്പോഴൊക്കെ അതിന്റെ രസമൊക്കെ ഓർമ്മയുണ്ടല്ലേ? എന്റെ പ്രായമൊക്കെ ആയിന്. പക്ഷെങ്കില് ഇതാണ് പ്രശ്നം. അങ്ങനെ അത് അവരുണ്ടെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴേ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവും. അതെല്ലാം കുറെ ആയിട്ട് അങ്ങനെയാണ്. ഞാൻ അതും പ്രതീക്ഷിച്ചല്ലേ എന്നെ വിളിച്ചത്. എന്റെ ഓർമ്മയിലേ അതില്ലേലും. കാരണം അത് നടക്കൂലെന്ന് അറിയുന്നോണ്ട് തന്നെയാണ്. നീ ഇങ്ങനൊരു അവസരം ഉണ്ടാവും. നീ വേറെന്താ ചെയ്യാ? അങ്ങോട്ട് പോവാ. നീ ഇത് ആലോചിക്കും, ഞാൻ എങ്ങനെ വീട്ടിൽ വരട്ടെ? നീ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണോ? ഞാൻ നാളെയാണ് പ്രതീക്ഷിച്ചത്. എടി, അത് അങ്ങനെ നടക്കൂല. എന്നാ ചോദിക്കുക. മാത്രല്ല, പണ്ട് നീ ഇത് എപ്പ നമ്മൾ പോയ SLC പഠിക്കുമ്പല്ലേ, ഇപ്പം ഇത്രയും കാലമായിട്ട് നിന്നെ ഇങ്ങോട്ട് നീ ആരാ എന്താന്ന് ചോദിക്കൂല. നിന്നെ മുമ്പ് എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ അതിപ്പം ഫ്രണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ വേറൊരു വഴിക്ക് വന്നതാണ്. അപ്പൊ പിന്നെ ആന്റീനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ച രീതിയാണെന്ന് പറയാം. എന്റെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര പൊട്ടണമെന്നല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ എല്ലാ റൂമിലും പിള്ളേരാ. അവിടെ നിന്ന് പോയിട്ട് നമ്മളെ കാര്യം നോക്കാം. വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. പിള്ളേരെല്ലാം പഠിക്കുന്നതായിരിക്കൂലേ? പഠിക്കുന്ന തന്നെ. അവരവരെ റൂം പൂട്ടിയിട്ടല്ലേ പോകുള്ളൂ. എല്ലാ നല്ല ആന്റിനാ. നീ എന്നാ പറയുന്നു? അതുകൊണ്ട് നീ ഇത് പറ. എന്നാ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്യാം. നീ നാളെ അല്ലേ നിന്റെ വീട്ടിലേക്ക് പോയി എന്നെല്ലാം പറഞ്ഞു. പക്ഷെ അനക്കിന്നോ നല്ല സൗകര്യം ഞാൻ വിളിച്ചേ. നിന്റെ വേറെ ഇപ്പൊ എന്താ ചെയ്യാ? സമയം 10:30 അതെന്താ പിന്നെ ആന്റി തീരെ അടുപ്പിക്കാത്തത്? എന്തിട്ടാ നിന്നെ? എന്തിട്ടാ നീ എന്നും ഒപ്പിച്ചിട്ടുണ്ടാവല്ലേ? അങ്ങനെയൊന്നുമില്ല. അത് ആളെ പെമ്പിള്ളെ താമസിപ്പിക്കാൻ തുടങ്ങിയ 1-2 വട്ടം ഞാൻ പോയിരുന്നു. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു അവർക്കൊരു അസൗകര്യമാവും, അതുകൊണ്ട് നീ ഇങ്ങോട്ട് തൽക്കാലം വരണ്ട കേട്ടോ, എന്നൊക്കെ വിളിച്ചാ മതി. ഞാൻ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? വിശ്വസിക്കാൻ പറ്റൂല.
എടി എന്നെ പോലെ വിശ്വസിക്കാൻ പറ്റിയ ഒരാളതെനിക്ക് ഈ ഭൂലോകത്ത് കാണിച്ചു തരാൻ പറ്റും. അല്ല അപ്പൊ പെൺകുട്ടികൾ എന്ത് ധൈര്യത്തിലാ ആന്റി അവിടെ താമസിപ്പിക്കുന്നു? എന്താ അല്ല പുറത്തുനിന്ന് ആൺകുട്ടികളൊന്നും പറ്റില്ലേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കില് അവിടെ അവിടെ എനിക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. നീ എന്തെല്ലോ അറിഞ്ഞിട്ട് പറയും പോലെ. അതെ ചോദിച്ചതാണ്, നീ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പെൺകുട്ടികളെ കാണുമ്പോ ഇട്ടുള്ള പരിപാടിയാണല്ലോ ചില ആൺകുട്ടിക്ക്. അവിടെ അതിന്റെ ശരിയായ അവസ്ഥ പറഞ്ഞത് അത് അവിടെ മുമ്പ് ഏതൊരു പെണ്ണ് ഏതൊരു ചെക്കനെ വിളിച്ച് ആത്തേച്ച് എന്തൊരു വിഷയം ഉണ്ടായിരുന്നു. അത് പ്രശ്നമല്ല ഇതാ. ഇനി അതും ഞാനാന്ന് വിചാരിക്കണ്ട, ഞാനല്ല. അല്ല അത് പറ, അതുകൊണ്ടായിരിക്കും വേണ്ടിച്ച് നിന്നവരെ അടുപ്പിക്കാതെ. അതെ. അപ്പൊ അതിനുശേഷം ഞാൻ അവിടെ പോകുമ്പോ എൻ്റെ അടുത്ത് ആന്റി പറഞ്ഞ് ഇനി മേലാല് നീ ആയിട്ട് ഇനി വരണ്ട, ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പെമ്പിള്ളേരെയും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനൊന്നുമില്ല. നീ ഞാൻ മുമ്പ് പോയാലോ നല്ല സംശയത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അറിയാലോ, ചെറുപ്പല്ലേ, ചെറുപ്പമായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് അറിയില്ലേ. കുറച്ച് എന്നാലും പ്രായമൊന്നുമില്ല, അത്ര വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ പ്രായമൊന്നുമില്ല, നല്ല പ്രായമൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അതല്ല, പക്ഷെങ്കിലേ അന്ന് നമ്മുടെ കാര്യങ്ങള് ആന്റി പിന്നെ മനസ്സിലാക്കിയത് അവിടെ എന്നാ സംഭവിച്ചെന്നൊക്കെ. ഞാനും നീ കൂടിയിട്ട് എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചാൽ നിങ്ങൾ രണ്ടാളും തന്നെ റൂമിൽ കയറിയിട്ട് വാതിലടച്ചിരുന്നു ചോദിച്ചു. പിന്നെ അവര് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സാധനം മേടിക്കാൻ പോയിട്ട് വരുമ്പോഴേക്ക് നമ്മൾ പണി ഒപ്പിച്ചെന്ന് അവർക്ക് മനസ്സിലായി. നിന്നോട് ഞാൻ പറയിച്ചത്, പക്ഷെ കൊറേ കാലമായില്ലേ. അങ്ങോട്ട് പോക്ക് നടക്കൂല. നടന്ന് നമ്മളെ എന്താ പറയാണ്ട് അങ്ങോട്ട് കേറ്റൂല, അല്ലെ ഓട്ടിക്കും. അമ്മേനെ വിളിച്ച് പറയല്ലേ? അമ്മേനെ വിളിച്ച് പറയുന്ന മാത്രമല്ലോ അവിടെ കേറ്റിയാലല്ലേ അമ്മേനെ വിളിക്കല്. അതന്നെ ഞാൻ ആലോചിക്കുന്നു. നീ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞില്ലേ? ഇന്നലെ വിളിച്ചിട്ട് അവനോട് ഞാൻ വിളിച്ചത് ആ പ്രതീക്ഷയിലാണ് ഞാൻ വിളിച്ചത്. എല്ലാ പ്രതീക്ഷയും പോയി. ഇന്നലെ നീ എന്നെ വിളിച്ച് പറഞ്ഞതല്ലേ അവത്തെ, അല്ലെങ്കിൽ അവനോട് ഞാൻ വരില്ല എന്ന് പറയില്ലേ? പക്ഷെ എനിക്ക് അവിടെ പോകുന്നതിൽ താല്പര്യമില്ല. അല്ല ഇത് ഞാൻ പ്രതീക്ഷിക്കാണ്ടല്ല എനിക്ക് സൗകര്യം കിട്ടുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. നീ പറഞ്ഞു കഴിഞ്ഞാ അങ്ങേര് ഏരിയിട്ട് മൊത്തം ചളവളമാക്കിയിട്ട് അവള് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാ പിന്നെ നാളേക്ക് കാത്തിരിക്കാം. അതെ, അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു സൗകര്യം കിട്ടാം, അപ്പൊ നിന്നെ വിളിക്കണം തോന്നി വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മറ്റേ ആന്റീന്റെ കാര്യം വിചാരിച്ചു. പെട്ടെന്ന് പണ്ട് പോയതുകൊണ്ടല്ലോ നാടിൽ നല്ല സൗകര്യമാണ്. ആന്റി ഇങ്ങനത്തെ പണിയെടുക്കുന്നത് നമ്മളറിയാം. ഞാനറിയില്ലല്ലോ. അപ്പൊ നീ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് നിൽക്കുന്നല്ലേ? പഴയ കാലമൊന്നും എന്റെ അടുത്തൊന്നും മറന്നു പോയിട്ടില്ല. ആന്റീന്റെ വീട്ടിലെ റൂമില് സംഭവിച്ചല്ലോ അറിയാലോ എന്നിട്ടല്ലേ? എല്ലാം അറിയാം. മറന്നിട്ടില്ല. ഇനി മറക്കുക? അതൊക്കെ ഓർമ്മിക്കാനേ പറ്റൂ. വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നീ എവിടെയും തന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിപ്പം പറയല്ല. നീ മറന്നാലും ഞാൻ മറക്കൂല. മറക്കാതെ നന്നായി. അങ്ങനെ ആടെ മാത്രമൊന്നുമല്ലല്ലോ നിന്നെ ഞാൻ കൊണ്ടുപോയിന്ന്, എല്ലാ സ്ഥലവും ഓർമ്മയുണ്ട് എനിക്ക്. എനക്ക് കുറച്ച് സ്ഥലം ഓർമ്മയുണ്ട്. എന്നിട്ട് എന്തെല്ലാന്ന് ചെയ്ത്, എന്തെല്ലാന്ന് നമ്മള് ഭക്ഷണം കഴിച്ച്, എന്തെല്ലാം അങ്ങനെല്ലാം എല്ലാം ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ട്, മറക്കാൻ പറ്റുന്നതൊന്നുമല്ലല്ലോ. ഇതൊന്നും നീ ആരോടും കഥ പറഞ്ഞേക്കരുത് കേട്ടോ. ഇതാരോട് പറയാനാ? നിനക്കറിയാ ഞാനും കൂടി ഉള്ളത്, പിന്നെ എനിക്കറിയില്ല. അല്ല, ഏതെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ട് നമ്മൾ ഒന്നിച്ച് ഉള്ള കൂട്ട് അവർക്കും അറിയാലോ. ഈ പോയ കാര്യം ഇപ്പൊ അവർക്കല്ല അറിയാം. കുറെ എന്റെ നല്ല ഫ്രണ്ട്സെല്ലാം ഉണ്ട് കേട്ടാ, അവരോടെല്ലാം ഞാൻ കുറച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ
വെറുതെ അലമ്പാക്കല്ലേ. അന്നേരം ഞാൻ ചെറുതല്ലേ. ചെറുതാണെങ്കിലോ എന്റെ നീ എന്നോട് പറയുന്നേ ഞാനുള്ള പറഞ്ഞിരുന്നു. എന്നേരം പറഞ്ഞ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞാ. ഞാൻ വെറുതെ അല്ല, കുറെ ആൾക്കാർ പണ്ടേ അന്നെ കാണുമ്പോ ഒരു ചിരിയും പുച്ഛവും. ഞാൻ നിന്നെ വിശ്വസിച്ചു. ഞാന് അങ്ങനെ ഇതാക്കി പറഞ്ഞൊന്നല്ല. ഇല്ല, ഞാൻ പിന്നെ അത്രയിലെ എനക്ക് എന്നിട്ട് അറിയൂ. അപ്പൊ ഞാൻ ഇതൊരു തമാശ പോലെ ഇതൊന്ന് പറഞ്ഞതാ. ഓ, ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിയാ. എങ്ങനെയെങ്കിലും നിന്റെ കെട്ടിയോന്റെ അടുത്ത് ആയിട്ട് അറിഞ്ഞായിട്ട് കെട്ടിയോൻ പിന്നെ നിന്നെ ബാക്കി പറഞ്ഞല്ലോ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയും. പിന്നെ നല്ല തമാശയായിരിക്കും. അപ്പൊ എന്റെ അടുത്ത് വരും. വരാനാ നന്നാവും. പ്രശ്നമൊന്നുമില്ല പറഞ്ഞാല്. അപ്പൊ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇതും പറഞ്ഞ നടക്കലേനും പോയി. എന്റെ കുറച്ച് നല്ല ഫ്രണ്ട്സ് അല്ലേ ഇല്ലേ, അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാ. നീയും ഞാനും അങ്ങനെയാന്ന് അവർക്കെല്ലാം അറിയാലോ. പക്ഷെ എന്നാലും ഇതെല്ലാം പറയാവൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവരെന്നാ പറഞ്ഞേ? അവര് എന്നാ പറയണ്ടേ, അവര് എന്റെ പ്രായം തന്നെയല്ലേ, അവർക്കൊരു തമാശ. അല്ല, എന്നെ വെച്ചുള്ള മറ്റേ ഇവളില്ലേ, ഓർമ്മയുണ്ടോ? എനിക്കറിയായിരിക്കും, എന്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാലോ. മറന്നുപോയി. ഇനി അത് വീണ്ടും തന്നെ ഓർമ്മപ്പെടുത്തണ്ട. അല്ല, ഞാൻ നാണക്കേടാണ്. അത് നാണക്കേടാ എല്ലാവർക്കും പറഞ്ഞത്. എനിക്കറിയില്ല, പിന്നെ പറഞ്ഞു കഴിയില്ലല്ലോ. അതല്ല, നീ എല്ലാവരുടെ പറഞ്ഞെന്നുള്ളത് നാണക്കേടായി പോയി. അത് പണ്ടല്ലേ, അവരിപ്പോ അതിൽ ഓർമ്മിച്ചിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇപ്പല്ലേ നേരെ അവരെല്ലാം ആലോചിക്കുന്നുണ്ട് എന്നെ പറ്റി. അല്ല, ചിലര് എന്നെ കണ്ടനോ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, നീ അലീനത്തിനെ കല്യാണം